ഇപ്പോൾ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ശ്രീ ബാലകൃഷ്ണൻ കൂടിയുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, കണ്ടിരുന്നോ ഈ സംഭവങ്ങൾ? ഉണ്ടായിരുന്നു. ഞാൻ ഈ അമ്പലത്തിന് മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് എന്റെ കൺമുമ്പിലാണ് സംഭവം. എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? അതായത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇവിടെ കുറുവങ്ങാട് ശിവക്ഷേത്രത്തിൽ നിന്നുള്ള മടക്കെഴുന്നള്ളത്താണ്. അപ്പൊ കുറുവങ്ങാട് ശിവക്ഷേത്രത്തിലേക്ക് രണ്ട് ആനകളെ നെറ്റിപ്പണ്ട് നിർത്തി തടമ്പൊക്കെ കയറ്റി കുറുവങ്ങാട് ശിവക്ഷേത്രത്തിലേക്ക് ഉള്ള യാത്ര പുറപ്പെടുമായിരുന്നു. സാധാരണഗതിയിൽ ഒരു വലന്തല ചെണ്ടയോടുകൂടി നെറ്റിപ്പട്ടവും മറ്റു സംവിധാനമൊക്കെ ആയിട്ട് പിന്നെ അമ്പലം ചുറ്റി പോവുകയാണ് ചെയ്യുക. അങ്ങനെ അമ്പലം ചുറ്റാൻ തുടങ്ങുന്നതായിരുന്നു. അപ്പൊ മുമ്പിലും പിറകിലുമായിട്ടാണ് ആനകൾ ഉണ്ടായിരുന്നത്. പിറകിലുള്ള ആന മുമ്പിലുള്ള ആനേനെ ബാക്കിന്ന് കുത്തുകയാണുണ്ടായത്. അത് കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഈ ഇവിടെ വെടിക്കെട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്നാണ് സാധാരണ വെടിക്കെട്ട് നടത്തുക. ഇത് ഏതോ ആഘോഷപരവിന്റെ മറ്റു ഭാഗമായിട്ട് ഈ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തൊരു കുളമുണ്ട്. അതായത് ആനകളൊക്കെ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് അവിടെ വെച്ചിട്ട് വലിയൊരു വെടിക്കെട്ട് പൊട്ടിച്ചു. അപ്പൊ ബാക്കിലുണ്ടായിരുന്ന ആന വയലന്റായി. അത് മുമ്പിലുണ്ടായിരുന്ന ആനയെ കുത്തി. ആ കുത്തേറ്റ ആന നേരെ അങ്ങ് മുമ്പോട്ട് കയറിയിട്ട് ഓഫീസ് റൂമിനൊക്കെ ഇടിച്ച് ഓഫീസ് റൂം ഒന്നിച്ച് തകർന്നു വീണു. ആളുകൾ ഒന്നിച്ച് ഈ ഓഫീസിന് അടിയിലായിപ്പോയി. ആ സൈഡിലൊക്കെ ഇരിക്കുകയായിരുന്ന സ്ത്രീകളും ഓഫീസിന്റെ അകത്തുണ്ടായിരുന്ന സ്ത്രീകളും ഒക്കെ ഒന്നിച്ച് ഈ ഇതിനടിയിലായിപ്പോയി. ആനകൾ രണ്ടെണ്ണം അപ്പൊ തന്നെ ഇറങ്ങി രണ്ടു വഴിക്ക് ഓടിപ്പോയി. അതിന് രണ്ടിനെയും പിന്നീട് തളച്ചു. ഈ ആളുകളെ കൂടി ഈ കെട്ടിടമൊക്കെ പൊളിഞ്ഞ് കെട്ടിടങ്ങൾക്കടിയിലായിരുന്നോ? അതെ അതെ, മരിച്ച രണ്ടുപേരും കെട്ടിടത്തിനടിയിൽ പെട്ടുപോയവരാണ്. അപ്പൊ അവിടെയാണ് പരിക്കേറ്റവർ കൂടുതൽ അവിടെ നിന്നവർക്കാണല്ലേ? അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ആന സ്പെസിഫിക് ആയിട്ട് ആരെയും എന്തെങ്കിലും ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ആന കുത്തേറ്റപ്പം നേരെ മുന്നോട്ട് കയറിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മുമ്പിലൊക്കെ ആളുകൾ ഇത് കാണാൻ വേണ്ടിയിരിക്കുന്നവർ ഈ ഓഫീസിന്റെ വരാന്തയിലും കാര്യമൊക്കെ ആയിട്ട് ഇരുന്ന് കാണുന്നവരാണ്. അവരാണോ കെട്ടിടം ഒന്ന് ചെടിഞ്ഞു വീണപ്പോ അതിനടിയിലായത്. പിന്നീട് ആന കയറി വരുമ്പോൾ ആനന്റെ കാലിലടിയിലൊക്കെ അത്യാവശ്യം ആളുകൾ പക്ഷെ പെട്ടുപോയി കാണും. ഓടി മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളുണ്ട്. അവിടെ നിന്ന് ആർക്കെങ്കിലും പരിക്കുണ്ടോ? മുകളിലോട്ട് കയറുന്ന ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്നുള്ളവർക്കാണ്. അതായത് അമ്പലത്തിന്റെ മുറ്റത്ത് ഇടതു ഭാഗത്താണ് ഓഫീസ്. ആ ഓഫീസിന്റെ ഭാഗത്തേക്ക് രണ്ട് ആനകൾ മുമ്പിലും പിറകിലുമായിട്ട് ഈ വലന്തല ചണ്ടിയൊക്കെ ആയിട്ട് മെല്ലെ നടന്നു വരുവാണ്. നടന്നു വരുമ്പോഴാണ് പിറകിലെ ആന മുമ്പിലെ ആനയെ കുത്തുന്നത്. കുത്തിയ സമയത്ത് ആ മുമ്പില് കുത്തിന്റെ ആഘാതത്തിൽ ആനയങ്ങ് നേരെ മുമ്പോട്ട് കയറി നേരെ ഓഫീസ് ഒന്നിച്ച് പൊളിഞ്ഞു വീണു. അങ്ങനെയാണ് ഉണ്ടായത്. ആ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന ആളുകൾക്കാണ് കൂടുതൽ പരിക്ക്. ആനയുടെ മുകളിലുള്ളവരൊക്കെ ഊർന്നിറങ്ങുന്ന കാണാം. അവർക്ക് വല്ല പരിക്കുണ്ടോ? അവർക്കൊക്കെ അത്യാവശ്യം പരിക്കൊക്കെ ഉണ്ട്. അവർക്ക് പക്ഷെ ഗുരുതരമായ പരിക്കൊന്നുമില്ല. ആന സ്പെസിഫിക് ആയിട്ടൊന്നും ആരും ഉപദ്രവിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞ് ആന രണ്ടു വഴിക്ക് ഓടിപ്പോവുക ചെയ്തത്. ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ആളുകളെ എടുക്കാൻ വേണ്ടി അങ്ങൊക്കെ പോയായിരുന്നോ? എത്ര പേർക്ക് ഗുരുതരമായ? അതെ, ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് കിട്ടാവുന്ന വാഹനങ്ങളൊക്കെ വിളിച്ചിട്ട് പരിക്ക് പറ്റിയ ആൾക്കാരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടത്. ഒരു 10-നും 15-നും ഇടയ്ക്ക് ആളുകളെ ഞങ്ങൾ ആ സമയത്ത് വിട്ടിട്ടുണ്ട്. അതിൽ കുറച്ചുപേരുടെ ഗുരുതരമാണ്. 2 പേര് മരിച്ചു. ഒരാള് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇപ്പോൾ ഉണ്ട്. സ്ത്രീകളാണോ കൂടുതൽ? എല്ലാവർക്കും നല്ല പരുക്കാണ്. കൂടുതൽ സ്ത്രീകളാണോ? കൂടുതൽ സ്ത്രീകളാവും. കുട്ടികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ കൂട്ടത്തില്? കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. കുട്ടികളാരും പരിക്ക് പറ്റിയതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതെ അല്ലെ. ഈ ആന അങ്ങോട്ട് ഓടിപ്പോകുന്ന പിന്നെ അവിടെ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കുണ്ടോ? ഇല്ല. ആ വഴിയിലൊക്കെ ആളുകൾ മാറിയോണ്ട് ഓടിപ്പോകുന്ന വഴിയിലൊന്നും ആർക്കും പരിക്ക് പറ്റിയില്ല. ആ ഒരു ആന കുത്തിയും തുടർന്ന് ആ കെട്ടിടം തകർന്നു വീണതുമാണ് ഈ അപകടം അല്ലേ? ഒരു സെക്കൻഡ് ഒന്ന് തുടരണേ. നമ്മൾ ആ ദൃശ്യം ഒന്ന് കാണാം.